നിങ്ങളുടെ അടുക്കളയിൽ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത്? കോക്കനട്ട് ഓയിൽ ആണോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണോ? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കോക്കനട്ട് ഓയിലിൽ എപ്പോഴും സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടാക്കിയാലും അതിന്റെ ഗുണമേന്മ ഒട്ടും തന്നെ കുറഞ്ഞു പോകുന്നില്ല. മാത്രവുമല്ല അത് സ്ഥിരതയോടെ അതിന്റെ ഗുണമേന്മ നിലനിർത്തും. ഇനി അതിന്റെ ഉള്ളിലുള്ളത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഈ കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുകയും നല്ല രീതിയിൽ ഊർജ്ജം തരികയും ചെയ്യുന്നു. അതുകൊണ്ട് ഫിറ്റ്നസ് ഒക്കെ ചെയ്യുന്ന ആളുകളിൽ നമുക്ക് തേങ്ങ എണ്ണ ഉപയോഗിക്കാനാണ് പറയുന്നത്. പക്ഷെ മിതമായിട്ട് ഉപയോഗിക്കണം, കാരണം അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണുള്ളത്. അതുകൊണ്ട് മിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകതകൾ? പ്രധാനമായിട്ടും ഇതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. മാത്രവുമല്ല ഇത് ഹാർട്ട് ഫ്രണ്ട്ലി ആണ്, ഹാർട്ടിന് നല്ലതാണ്, വൈറ്റമിൻ ഇ കൂടുതലായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ ഒരു ഹാർഡ് ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് കാരണം ഇതിലെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വിഘടിക്കുകയും പിന്നീട് അങ്ങോട്ട് മോശമാവുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ സ്ഥിരമായിട്ടുള്ള അതിന്റെ പ്രകൃതം നിലനിർത്താൻ അതിന് കഴിയുന്നില്ല. ഇത് വിഘടിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ പോകുന്നു. ഇനി നമുക്ക് എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കുകയാണെങ്കിലും അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രൊഡക്റ്റ് എല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. മാത്രവുമല്ല ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും വേണം. നമ്മൾ തേങ്ങ എണ്ണ മിതമായി ഉപയോഗിക്കണം. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ വളരെ ചെറിയ ചൂടിൽ മാത്രമാണ് സൺഫ്ലവർ ഓയിൽ നല്ല രീതിയിൽ അതിന്റെ ബലങ്ങൾ തരുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഈ രണ്ട് ഓയിലും ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ കമന്റിലൂടെ, നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ കവർ ചെയ്യുക. അതിന്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾക്ക് അനുഭവം തോന്നിയിട്ടുള്ളത് എന്ന് നിങ്ങൾ അതിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മാത്രവുമല്ല ഇതിനോട് പറ്റിയുള്ള ഡൗട്ടുകൾ, സംശയങ്ങൾ ചോദിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക.